കൂട്ടുകാരെ, ആദ്യം തന്നെ ഞാൻ മേരി ക്രിസ്മസ് പറയാണ്. ഇന്നല്ലേ 24, ഇന്നാണ് പാതിര കുർബാനയ്ക്കുള്ള വിഷയം ദിവസം. ഇന്നത്തെ നൈറ്റ് കിടിലമായിരിക്കും. നമ്മളിനി എന്തായാലും വൈകുന്നേരമായിട്ടുണ്ട്, ഒരു 5-5:45 കഴിഞ്ഞ്. ഇനി 9 മണിക്കാണ് കുർബാനയ്ക്കുള്ള സെറ്റപ്പിന് വേണ്ടി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പള്ളിയിൽ പോകണം. പള്ളിയിലുള്ള വിശേഷങ്ങളെല്ലാം കിടിലമായിട്ട് കാണിച്ചു തരാം. അവിടെ കിടിലം സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അവിടെ. ഞാൻ ഇതങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. പുതിയ ഷർട്ടാണ്, എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച പുതിയ ഷർട്ടാണ്. ഇന്നാണ് ഞാൻ അങ്ങനെ പുറത്തോട്ട് വരുന്നത്. ഇനി നേരെ പള്ളിയിലോട്ട് പോകണം, അവിടുത്തെ വിശേഷങ്ങളാണ്. ഇതാണ് പള്ളിയുടെ വെളിയിൽ വെച്ചിട്ട് ഒരു വലിയൊരു സ്റ്റാർ. അങ്ങനെ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയാണ്. ഇതാണ് നമ്മളെ പള്ളിക്കകത്തുള്ള ഒരു ചെറിയൊരു പുൽക്കൂട്. പള്ളിക്കകത്ത് കാസിയമാരൊക്കെ വെച്ച പുൽക്കൂടാണ്, ചെറിയൊരു പുൽക്കൂടാണിത്. പള്ളിയിൽ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഭയങ്കര ആൾക്കാർ, നമ്മൾ കാണാത്തവരൊക്കെ ഉണ്ടത്. ഇത് ഇവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് വിഷയമാക്കിയാണ്. അങ്ങനെ പൂത്തിരി എല്ലാം അങ്ങനെ എടുത്ത് കത്തിച്ച് ഇവിടെ സെറ്റാക്കും. നമ്മൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മളെ വൈബാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് നോക്കിയാൽ മുകളിൽ പോയി അടിച്ച് പൊട്ടുന്ന സാധനങ്ങൾ കുറേ പൊട്ടിച്ച് അങ്ങനെ കിടന്നു. ഇതാണ് നമ്മളെ വെളിയിൽ വെച്ചിരിക്കുന്ന പുൽക്കൂട്. വെളിയിൽ വെച്ചിരിക്കുന്ന പുൽക്കൂട് എന്ന് പറഞ്ഞാൽ വിഷയ സാധനം, വലിയ പുൽക്കൂടാണോ. ഒരാഴ്ച എന്തോ എടുത്താണ് ഉമ്മാർ ഇതെല്ലാം സെറ്റായി. കേസിയന്മാരാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഓരോ സൈഡിലും ഓരോ പരിപാടി, ഓരോ BCCക്കാരെ പരിപാടികളാണ് നടക്കുന്നത്. ഇവിടെ ഓരോ BCCയിൽ ഗിഫ്റ്റ് കൊടുക്കലും പിന്നെ നടുക്ക് കരോള് പാട്ട് പാടലും അവരൊക്കെ വിഷയമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മളെ BCC. അങ്ങനെ പള്ളിയിൽ നോക്കിയപ്പോൾ പള്ളിക്കകത്ത് ആരുമില്ല. എല്ലാവരും പള്ളിയുടെ പുറത്ത് നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൈമാറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണ വഴി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഹാപ്പി ക്രിസ്മസ്. ഇനി നേരെ പോയി കിടന്നുറങ്ങണമെന്ന്.